എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എക്സർസൈസ് മേജർ സ്കെയിലിൻ്റെ മലയാളം നോട്ടാണ് നമുക്ക് പറഞ്ഞത്. ഇത് വയലിൻ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ കർണാട്ടിക് വായിക്കുമ്പോൾ തന്നെ വെസ്റ്റേൺ മത്സരത്തിൽ ചേർന്നെങ്കിൽ നമുക്ക് ഈ നോട്ട് വായിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളൊരു നോട്ട് ഇന്ന് വീഡിയോ ആയിട്ട് നിർത്തുന്നത്. ഇത് ശങ്കരാഭരണം രാഗത്തിനകത്താണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശങ്കരാഭരണം രാഗം പഠിച്ചവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു നോട്ടാണ്. ശങ്കരാഭരണം രാഗം 29ാമത്തെ മേളകർത്ത രാഗമാണ്. രാഗം പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ മായാമാളവ് ഗൗളരാഗത്തിൻ്റെ ഋഷവും ദൈവതവും നമ്മൾ അല്പം ഉയർത്തി വായിച്ചു കഴിഞ്ഞാൽ ശങ്കരാഭരണത്തിൻ്റെ നോട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വയലിന് അത് സ്വരസ്ഥാനം പെട്ടെന്ന് അറിയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഹാർമോണിയൊക്കെ കീബോർഡൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കാണ് നമുക്ക് അതിൻ്റെ കീ വെച്ച് നമുക്ക് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ രാഗത്തിൻ്റെ ആരോഹണം അവരോട് വായിച്ച് കേൾപ്പിച്ചിട്ട് ആ നോട്ടിൻ്റെ മലയാളം നൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആദ്യമായിട്ട് ശങ്കരാഭരണം രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം വായിച്ച് കേൾപ്പിച്ചത്. ഇതാണ് ശങ്കരാഭരണം രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം. അതിൻ്റെ ശങ്കരാഭരണം രാഗം പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ഋഷവും ദൈവം ഈ രണ്ട് നോട്ട് ഉയർത്തി വായിക്കണം. മായാമളവ് ഗൗഡ വായിക്കുമ്പോൾ അതിൻ്റെ രീ കുറഞ്ഞാണ്, ഇവിടെ കുറഞ്ഞ രീതിയാണ്. അപ്പൊ ആ രീതി നമ്മൾ ഇങ്ങോട്ട് അല്പം ആ ഫിംഗറിന് അല്പം ഉയർത്തി കുത്തിയാൽ മതി. ഇവിടെ വായിക്കുന്ന രീതി അല്പം ഇങ്ങോട്ട് ഉയർത്തി നോട്ടിന്റെ വ്യത്യാസം. ദൈവതം നമ്മൾ കുറഞ്ഞ ദൈവമാണ് മായാമാളവയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ദൈവതം കൂടി ദൈവതമാണ്. കുറഞ്ഞ ദൈവമാണ് ഏറ്റവും ആ ദൈവത്തിൽ നമ്മൾ അല്പം ഉയർത്തുന്നു. ഇതാണ് ശങ്കരാഭരണം രാഗത്തിന്റെ ആരോഹണം അവരോഹണം. ഇനി ഞാൻ അതിന്റെ മലയാളം നോട്ട് പറഞ്ഞു തന്നിട്ട് വായിച്ച് കേൾപ്പിക്കുന്നത്. ഫസ്റ്റ് ഓരോ ലൈനാണ് പറഞ്ഞത്. മേജർ സ്കെയിലാണ് ഓരോ ലൈൻ പറഞ്ഞത്. സാരി സാരി നോട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കുക. അത് വായിച്ച് കേൾക്കുക. അതിനുശേഷം നീ സാധാനി പാദ മാപ്പ ഇവിടെ താഴത്തെ സായും മുകളിലത്തെ സായും നമ്മൾ വായിക്കുന്നുണ്ട്. അത്രയും വായിച്ചിട്ടുണ്ട്. Sari ga pari pa sa pa Ri ga ma pa ga pa Ga ma pa da ma pa
രി പ സ സ. അത്ര ഫുള്ളായിട്ട് മാറ്റി വയ്ക്കുക. സാ നി സ ദ സ. നി ദ നി പ ദ. പ ദ മ പ ഗ മ രി ഗ. സ സ ഗ പ സ സ. ഗ പ സ നി ദ. നി മ നി ദ പ. ദ ഗ ദ പ മ. ഗ മ രി ഗ സ സ ഗ പ. സാരി ഗ മ ഗ മ ഗ മ. രി ഗ മ ഗ മ പ മ പ. ഗ മ പ ദ നി സ നി സ. നി പ ദ നി സ സ. അവിടെ ടോപ്പിലെ സായും ബാസിലെ സായും ആയിട്ട് വായിക്കണം. നെക്സ്റ്റ് നോട്ട്. സാരി ഗ മ ഗ മ ഗ മ. രി ഗ മ പ മ പ മ പ. ഗ മ പ ദ നി സ നി സ. നി പ മ രി സ. ഇത്രയും നോട്ടാണ്. ഇത് നിങ്ങൾ കർണാടകയിൽ വായിച്ച് പഠിച്ച് നിങ്ങൾക്ക് സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ നിങ്ങൾക്ക് വെസ്റ്റേൺ നോട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ നോട്ട് കംപ്ലീറ്റ് ഒന്ന് വായിച്ച് ഏൽപ്പിക്കാം. വായിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊന്ന് വായിച്ച് ഏൽപ്പിക്കാം. പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതിന് ശേഷം ഈ സ്പീഡ് നിങ്ങൾ വായിച്ച്
പഠിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു നോട്ടാണ്. നിങ്ങൾക്ക് പൊതുവേദിയിലും എന്ത് മത്സരത്തിലൊക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതായിരിക്കും. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതായിരിക്കും. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ്.